നമസ്കാരം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറാണ് 20th അവർ. നിഗൂഢമായിട്ടുള്ള കാഴ്ചകൾ, നിഗൂഢമായിട്ടുള്ള ചിന്തകൾ, പ്രവർത്തികൾ, ഇതിലേക്കെല്ലാം വെളിച്ചം വീശുന്നു 20th അവർ. സ്വാഗതം. ഒരു കഥ சொல்லட்டுமா? ரொம்ப டீசென்டான ஒரு திருடனின் கதை. ആളെ കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ്, അവിടെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി 100-ലധികം കേസുകളുള്ള ഒരു കള്ളനെ പിടികൂടിയെന്ന്. ആ കള്ളനെ പിടികൂടിയ കാഴ്ചയിലേക്കാണ് ആദ്യം. ഇതാണ് ആള് തൊരപ്പൻ സന്തോഷ്. പിടിച്ചിട്ടുണ്ട് നമ്മളെ ഇവിടെ മാർക്കറ്റിന്റെ അടുത്തുനിന്ന്. മാർക്കറ്റല്ല, അവിടുന്ന് കട്ട പൈസ സാർ. അത് മാർക്കറ്റിന്റെ അടുത്തുനിന്നല്ല, എന്ത് മിൽ ജംഗ്ഷനിലെ നമ്മളെ സൂപ്പർ മാർക്കറ്റില്ലേ, അവിടുന്ന് ഇവൻ കുറേ കളിപ്പിച്ച് കിട്ടിയോ. സൂപ്പർ മാർക്കറ്റ് ആരുതെന്ന് അറിയില്ല. അസിർബിച്ചാനെന്ന് തോന്നുന്നു. ബിസ്മില്ല അസിർബിച്ചാനെ തോന്നുന്നു. വൈച്ചോട്ടലിൽ ഇപ്പുറത്തെ കൂട്ടെല്ലാം പൊളിച്ചിന്. നമ്മളെ നാട്ടില് മേൽപ്പുറം വന്നിട്ട് തൊരപ്പൻ സന്തോഷ് കക്കാൻ നോക്കിയ ഞമ്മ കാവലുണ്ടോ ദൈവൻ തന്നെ തൊരപ്പന്. ആഹാ എന്ത് തല. ഈ കണ്ട ആളാണ് തൊരപ്പൻ സന്തോഷ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ കടകൾ ഉള്ള വ്യാപാരികൾക്ക് അല്ലെങ്കിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്നവർക്ക് തലവേദനയാണ്. പോലീസിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. വല്ലാത്ത തലവേദനക്കാരനാണ് ഈ തൊരപ്പൻ സന്തോഷ്. മീശ മാധവനെ പോലെയാണ്. മീശ മാധവൻ സിനിമയിൽ കള്ളൻ മാധവൻ മീശ വിധിച്ചാൽ അവിടെ അന്ന് മോഷണം നടത്തുമെന്നുള്ളതാണല്ലോ, അത് കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് ഈ തൊരപ്പൻ സന്തോഷം. പകൽ സമയത്തെത്തി നോട്ടമിടും, ഇന്ന് ഇന്ന കട എന്ന്. ആ കട തീരുമാനിച്ചാൽ കേറിയിരിക്കും തൊരപ്പൻ സന്തോഷ്. എങ്ങനെയാണ് തൊരപ്പൻ സന്തോഷിന്റെ കയറ്റം? അത് കമ്പിപ്പാറ കൊണ്ട് ചുമര് തുറന്നാണ് കയറ്റം. അങ്ങനെ തുറന്ന് മോഷണം നടത്തുന്ന ഒരു സ്റ്റൈല് തന്നെയുണ്ട് മലബാറിൽ, വടക്കൻ കേരളത്തിൽ തൊരപ്പൻ സന്തോഷിന്റെ ഭാഗത്ത് നിന്ന്. അത്തരത്തിൽ കമ്പിപ്പാറ കൊണ്ട് തുറന്നു കയറുന്ന കള്ളൻ എന്ന മട്ടിലാണ് സന്തോഷിന് തൊരപ്പൻ സന്തോഷ് എന്നുള്ള പേര് വന്നു വീണത്. പോലീസിന് എല്ലാ കാലത്തും തലവേദന ഉണ്ടാക്കുന്നത് തൊരപ്പൻ സന്തോഷ് ആണെങ്കിൽ പോലും ഇയാൾ ഒരു ക്ലീൻ കള്ളനാണ്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പണം മാത്രമല്ല ഈ തൊരപ്പൻ സന്തോഷിന്റെ ലക്ഷ്യം. കിട്ടുന്നതെല്ലാം കൊണ്ടുപോകും. അതിൽ ഏറ്റവും പ്രധാനം സൂപ്പർ മാർക്കറ്റുകളും മലഞ്ചരക്ക് കടകളുമാണ് കൂടുതൽ മോഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ. ഈ രണ്ട് സ്ഥലങ്ങളും നോക്കി വെക്കും, രാത്രി കയറും എന്ന് പറഞ്ഞാൽ തുറന്ന് കയറും, കൊണ്ടുപോവുകയും ചെയ്യും. തൊരപ്പൻ സന്തോഷിന് ജയിൽ എന്നാൽ വീട് പോലെയാണ്. നമ്മൾ പറയും കാടാറുമാസം നാടാറുമാസം എന്ന്. അതുപോലെയാണ് സന്തോഷിന് ജയില്. കുറച്ചു നാള് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയാൽ, ഒരു മോഷണമൊക്കെ നടത്തി ഒന്ന് സമ്പന്നനായി കഴിഞ്ഞാൽ വീണ്ടും ജയിലിൽ എത്തിയില്ലെങ്കിൽ സന്തോഷിന് ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ജയിലിലെത്താനുള്ള വഴി നോക്കും. പക്ഷെ ഇതിനിടയിൽ ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും തൊരപ്പൻ സന്തോഷ്. ജയിലിൽ വെച്ച് ഒരുപാട് ശിഷ്യന്മാരെ കണ്ടെത്തുകയും ചെയ്യും തൊരപ്പൻ. പ്രത്യേക പരിശീലനം നൽകും. ടൂൾസ് ഉപയോഗിക്കുന്നത് മുതൽ, ഷട്ടർ പൊളിക്കുന്നത് മുതൽ, ചുമര് തുറക്കുന്ന തന്റെ സ്പെഷ്യലൈസേഷൻ വരെ പറഞ്ഞു കൊടുക്കും ഈ തൊരപ്പൻ സന്തോഷ്. അതുകൊണ്ട് തന്നെ വടക്കേ മലബാറിലെ പല മോഷണങ്ങളിലും ഈ ഒരു തൊരപ്പൻ സ്റ്റൈൽ കാണാറുണ്ടെന്ന് പോലീസ് പറയുന്നു. സംസ്ഥാനത്തുടനീളം ശിഷ്യഗണങ്ങളുള്ള മറ്റൊരു കള്ളൻ, ഇത്രമാത്രം ശിഷ്യഗണങ്ങളുള്ള കള്ളൻ മറ്റൊന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം പറഞ്ഞാൽ. ഇനി സൂപ്പർ മാർക്കറ്റ് എന്നോ കരിഞ്ചന്തയെന്നോ ഒന്നുമില്ല. നഴ്സറി ഗാർഡനുകൾ, ക്ഷേത്രങ്ങൾ, ഇതൊക്കെ തുരപ്പൻ പലപ്പോഴും കയറാറുണ്ട്. ഹരമാണ് തുരപ്പന് ഇതൊക്കെ. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ഒരു നഴ്സറിയിൽ, ചെടികൾ വിൽക്കുന്ന നഴ്സറിയിൽ മോഷ്ടിക്കാൻ കയറി. എന്നിട്ട് അവിടെ നിന്ന് നല്ല നല്ല പൂക്കൾ ഉൾപ്പെടുന്ന ഒരുപാട് ചട്ടികൾ മോഷ്ടിച്ചു.
ഗുഡ്സ് ഓട്ടോറിക്ഷയിലാണ് എപ്പോഴും തുരപ്പൻ സന്തോഷിന്റെ വരവ്. ഈ ഗുഡ്സ് ഓട്ടോറിക്ഷ നിറയെ ചെടികളുമായി ഇയാൾ നേരെ എത്തിയത് കണ്ണൂരിലെ സബ് ജയിലിലേക്കാണ്. സബ് ജയിലിൽ ജയിൽ അധികൃതർക്ക് പൂച്ചെടികൾ നൽകിയ ശേഷം മടങ്ങുകയായിരുന്നു. കവാടത്തിൽ പൂച്ചെടികൾ വെച്ച് തുരപ്പൻ സന്തോഷ് മടങ്ങി. ഈ തുരപ്പൻ സന്തോഷ് അന്ന് പറഞ്ഞത്, എന്നെ ഇത്ര നാൾ പോറ്റി വളർത്തിയ ജയിൽ അധികൃതർക്ക് ഒരു സമ്മാനം ഇരിക്കട്ടെ എന്നാണ്. ഓർക്കുക, ചെടികൾ മോഷ്ടിച്ച് ജയിൽ അധികൃതർക്ക് നൽകുന്ന ഒരു സൈക്കോ കള്ളൻ. CCTV ഉണ്ടാകും മിക്ക കടകളിലും, പക്ഷേ CCTV ഈ തുരപ്പന് ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ കാണുന്ന പോലെ ഇയാൾ ഈ രൂപത്തിലാണെങ്കിൽ പിന്നീട് ഒരിക്കൽ പൂർണ്ണമായി മൊട്ടയൊക്കെ അടിച്ച് വേറെ രൂപത്തിലായിരിക്കും. ഇന്നിപ്പോൾ പിടിയിലാകുമ്പോൾ അയാൾ പൂർണ്ണമായി മൊട്ടയടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത മട്ടിലാണ്. അത്തരത്തിൽ രൂപം മാറി വേഷം മാറി വരും. ഇനി ആദ്യം തന്നെ CCTV മോഷ്ടിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന പരിപാടി. അപ്പോൾ CCTVയിൽ നിന്നുള്ളൊരു തുമ്പ് പോലീസിന് ലഭിക്കുകയുമില്ല. ഇനി പിടിയിലായ എന്ന് കരുതുക, ഇപ്പോൾ പിടിയിലായല്ലോ, പിടിയിലായി അകത്തു പോകും. പക്ഷേ ജാമ്യം കിട്ടുമല്ലോ. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ എന്താണ്, ഒരു മോശം നടത്തിയേ പറ്റൂ സന്തോഷിന്. അങ്ങനെ തുറന്ന് സന്തോഷ് മറ്റൊരു മോഷണത്തിലേക്ക് പോകും. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ പണം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് കിട്ടിയാലും സന്തോഷം എടുക്കും, സന്തോഷത്തോടെ. പിടികൂടുകയാണെങ്കിൽ പോലീസുമായി പൂർണ്ണമായും സഹകരിക്കുന്നതാണ് സന്തോഷിന്റെ രീതി. തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോയാൽ എല്ലാം തുറന്നു പറയും. മണി പോലെ തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്ന സ്ഥലത്ത് നിന്ന് കയറി, ഇന്ന സ്ഥലത്ത് ഒളിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ എടുത്തു, ഇന്ന സ്ഥലത്ത് വിറ്റു എന്നെല്ലാം. റബ്ബർ ഷീറ്റ, കൊട്ടടയ്ക്ക, ജാതിക്ക, അങ്ങനെ ഇഷ്ടം പോലെ വസ്തുക്കളാണ് മലഞ്ചരക്ക് സ്ഥാപനങ്ങളിൽ നിന്ന് തുരപ്പൻ സന്തോഷ് കൊണ്ടുപോയിട്ടുള്ളത്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ മോഷണം നടത്തണമെന്നുള്ളതാണ് ജാമ്യത്തിലിറങ്ങിയാൽ ഈ തുരപ്പൻ സന്തോഷിന്റെ പ്രധാന ലക്ഷ്യം. ഇനി എങ്ങനെയാണ് ഇത്തവണ കാസർഗോഡ് നിന്ന് ഇയാൾ പിടിയിലായത്? കാസർഗോഡ് മേൽപ്പറമ്പിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ് സംഭവ സ്ഥലം. പതിവ് പോലെ ഗുഡ്സ് ഓട്ടോയിൽ മേൽപ്പറമ്പിലേക്ക് പകൽ സമയത്ത് തുരപ്പൻ സന്തോഷ് എത്തുകയാണ്. പകൽ സമയത്തെത്തി ഈ സൂപ്പർ മാർക്കറ്റ് കണ്ടുവച്ചു. രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി സൂപ്പർ മാർക്കറ്റ് പരിസരത്തേക്ക് തുരപ്പൻ സന്തോഷ് എത്തുകയാണ്. തൊട്ടടുത്ത് ഒരു കുറ്റിക്കാടുണ്ട്. ആ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന് 11 മണി വരെ കാത്തിരുന്നു. അതിനുശേഷം 1 മണിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. 1 മണിക്ക് പുറത്തേക്ക് ഇറങ്ങി കമ്പിപ്പാര ഉപയോഗിച്ച് സൂപ്പർ മാർക്കറ്റിന്റെ പിറകുവശത്തെ ആ ഭിത്തി തുറന്ന് തുരപ്പൻ സന്തോഷ് അകത്ത് കയറി. പതിവ് പോലെ തന്നെ നേരെ ക്യാഷ് കൗണ്ടറിലെത്തി. അവിടെ നിന്ന് 3000 രൂപ നേരെ പൊക്കി. 3000 രൂപ പൊക്കിയ ശേഷം ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. പിന്നീട് അതിനകത്ത് മോഷണം നടത്തുന്നതിനിടയിൽ പുറത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. ഈ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ കുറച്ച് ചെറുപ്പക്കാർ 3-4 ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു. രാത്രി ഈ തുരപ്പൻ ഉള്ളിൽ മോഷണം നടത്തുന്ന സമയത്താണ് ഇവർ ആ ബൈക്ക് വീണ്ടും എടുക്കാൻ വരുന്നത്. ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ അടഞ്ഞു കിടക്കുന്ന സൂപ്പർ മാർക്കറ്റിനുള്ളിൽ, ലൈറ്റ് ഇല്ലാത്ത സൂപ്പർ മാർക്കറ്റിനുള്ളിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. അവിടെ കാര്യമായി എന്തോ നടക്കുന്നുണ്ടെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടു ഈ ചെറുപ്പക്കാർക്ക്. ചെറുപ്പക്കാരെന്ത് ചെയ്തു? അപ്പോൾ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയാണ്. നാട്ടുകാർ കെട്ടിടം മുഴുവൻ വളഞ്ഞു. കെട്ടിടം മുഴുവൻ വളഞ്ഞതോടെ തുരപ്പന് മനസ്സിലായി കുടുങ്ങിയെന്ന്. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഒടുവിൽ രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം എന്ന മട്ടിൽ തുരപ്പൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി. നിർഭാഗ്യവശാൽ തുരപ്പന്റെ കാലൊടിഞ്ഞ തുരപ്പന് ഓടാൻ സാധിച്ചില്ല. ആ പാവം കള്ളൻ അങ്ങനെ നാട്ടുകാരുടെ പിടിയിലായി. ആ കണ്ട ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നാട്ടുകാർ കെട്ടിടം വളഞ്ഞു, കെട്ടിടത്തിന്റെ മുകളിൽ കയറി, തുരപ്പൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടുന്നു. ദാ കിടക്കുന്നു കാലൊടിഞ്ഞ് ആ പാവം കള്ളൻ. ആളെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആള്, തുരപ്പൻ സന്തോഷ്. പിടിച്ചിട്ടുണ്ട് നമ്മളെ ഇവിടെ മാർക്കറ്റിന്റെ അടുത്ത് നിന്ന്. മാർക്കറ്റല്ല, അവിടുന്ന് കട്ട പൈസ സാർ. അത്
മാർക്കറ്റിന്റെ അടുത്തുനിന്നല്ല എന്ത് മിൽ ജംഗ്ഷനിലെ നമ്മളെ സൂപ്പർ മാർക്കറ്റില്ലേ ആടുന്ന് ഇവൻ കുറേ കളിപ്പിച്ച് കിട്ടിയോ സൂപ്പർ മാർക്കറ്റ് ആരുതെന്ന് അറിയില്ല അസിർബിച്ചാനെന്ന് തോന്നുന്നു ബിസ്മില്ല ബിസ്മില്ല അസിർബിച്ചാനെ തോന്നുന്നു വൈച്ചോട്ടല്ലേ ഇപ്പുറത്തെ കൂട്ടല്ലേ പൊളിച്ചിന് വനി നമ്മളെ നാട്ടില് മേൽപ്പുറം വന്നിട്ട് ഇതാ തൊരപ്പം സന്തോഷി കക്കാൻ നോക്കിയേ ഞമ്മ കാവലുണ്ടോ ദയോനെ തൊരപ്പന് ആഹാ എന്ത് തല ഇങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും തൊരപ്പൻ സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആള് പാവമാണ്, ക്ലീൻ ആണ്. പോലീസുകാർക്ക് അറിയാം എല്ലാം മണിമണിവിലും പറയുന്ന തുരപ്പൻ സന്തോഷം. ഏതായാലും കണ്ണൂർ കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുലിക്കുരുമ്പ സ്വദേശിയാണ്. കള്ളനെ ന്യായീകരിക്കരുത് ഒരിക്കലും, പക്ഷേ തുരപ്പൻ ഇനി പുറത്തിറങ്ങിയാൽ വീണ്ടും തലവേദനയാകും പോലീസിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ഒരു പെൺകുട്ടി നേരിട്ട കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ അത് ഏവരെയും ഞെട്ടിക്കും. ചാർജർ വയർ കൊണ്ട് കൊടിയ മർദ്ദനമാണ്. ദേഹമാസകലമുണ്ട് ആ മർദ്ദനത്തിന്റെ പാടുകൾ. 1-2 ദിവസങ്ങളല്ല, 5 കൊല്ലമാണ് ഒരു യുവാവിൽ നിന്ന്, കൂടെ താമസിച്ചിരുന്ന യുവാവിൽ നിന്ന് ആ പെൺകുട്ടി കൊടിയ പീഡനം ഏറ്റുവാങ്ങിയിരുന്നത്. മറ്റാരുമല്ല, പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ചത് ഒരു യുവമോർച്ച നേതാവാണ്. ആ യുവമോർച്ച നേതാവ് കസ്റ്റഡിയിലുമായി. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കക്ഷി. പേര് ഗോപു പരമശിവൻ. സമരവേദികളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇയാളെ. പക്ഷെ ഇയാളുടെ മറ്റൊരു മുഖമാണ് ഇന്ന് പുറത്തേക്ക് വന്നത്. ആ മുഖം അല്പം വൈകൃതം നിറഞ്ഞതുമാണ്. ഒരു പെൺകുട്ടിയുമായി, ഈ പീഡനം നേരിട്ട പെൺകുട്ടിയുമായി 5 വർഷമായി ഇയാൾ ലിവിംഗ് ടുഗദറിലാണ് ഗോപു പരമശിവൻ. ഇക്കാലം അത്രയും ഈ പെൺകുട്ടി ഇയാളിൽ നിന്ന് കൊടിയ പീഡനം ഏറ്റുവാങ്ങിയിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. കൊടിയ പീഡനം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ 1 ഇഞ്ച് ഭാഗമില്ല മർദ്ദനമേൽക്കാത്തത്. അത്രമാത്രം ക്രൂരമായ മർദ്ദനം. കയ്യില്, പുറത്ത്, കഴുത്തില്, കാലിന്റെ തുടയില് എല്ലായിടത്തും കാണാം ആ പാടുകൾ. പൂർണ്ണമായും കൈമറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തന്നെ. ശരീരം ആസകലം പീഡനം. ഈ പീഡനം ഇത്ര നാൾ തുടർന്നു. ഒടുവിൽ സഹിക്കവയ്യാതെ ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീട് വിട്ടിറങ്ങി രക്ഷപ്പെട്ടതാണ് ആ പെൺകുട്ടി. പക്ഷേ ഈ ഗോപു എന്ത് ചെയ്തു? പോലീസിൽ പരാതി നൽകി. ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു, കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇതോടുകൂടിയാണ് ആ കൊടിയ പീഡനത്തിന്റെ കഥ പുറം ലോകം അറിയുന്നത്. ആ പെൺകുട്ടി ഇന്ന് മരട് പോലീസ് സ്റ്റേഷനിലെത്തി. പെൺകുട്ടി 5 വർഷം നീണ്ട പീഡനത്തിന്റെ കഥ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. 5 വർഷമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതിന് എനിക്ക് ഇന്നൊന്നും പറയാനില്ല. എനിക്ക് ഉപദ്രവം മതിയായി. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു. ചാർജറിന്റെ കേബിളും കൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതെ, ഇല്ല ഉണ്ട്. എന്തിനാണ് ഈ മർദ്ദനം എന്ന് പോലും പലപ്പോഴും ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. എന്തിനാണ് മർദ്ദനം എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ല എന്നാണ് മാധ്യമങ്ങളോട് ആ പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ പെൺകുട്ടിക്ക് നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണ്. ആ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. ഓരോ തവണ മർദ്ദിക്കുമ്പോഴും കേണപേക്ഷിക്കും, എന്നെ മർദ്ദിക്കരുത് എന്ന്. പക്ഷേ അയാൾ ചെവിക്കൊള്ളാതെ മർദ്ദനം തുടരും. അയാളുടെ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. കാരണം ഇങ്ങനെയുള്ള ആളുകളെ സമൂഹം കണ്ടേ മതിയാകും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് ഇത്തരത്തിൽ കൊടിയ വൈകൃതം, പീഡനം നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങുമ്പോഴും ഇയാൾ മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഭീഷണി. ഈ പെൺകുട്ടിക്ക് ആദ്യ വിവാഹത്തിൽ 2 മക്കളുണ്ട്. ആ മക്കളെയും ഉപദ്രവിക്കും എന്നുള്ളതായിരുന്നു ഇയാളുടെ ഭീഷണി. സ്വന്തം മക്കൾ, അതിപ്പോൾ ആദ്യ ഭർത്താവിന്റെ കൂടെയാണെങ്കിൽ പോലും ആ മക്കൾ ഇത്തരത്തിലൊരു പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമോ, മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ഭയം ആ പെൺകുട്ടിയെ മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മിണ്ടാതിരുന്നത് 5 വർഷമാണ്.
കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതെ അതെ, എന്റെ കയ്യിൽ മൊത്തം പാടുണ്ട്. ഇത് കണ്ട എന്നെ തല്ലിയത്, എന്റെ ശരീരത്തിൽ മൊത്തം പാടാണ് തല്ലിയത്. ഇയാൾ പാർട്ടി സ്വാധീനം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ബിജെപിയുടെ പേര് പറഞ്ഞാലോ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നോ? പലതരത്തിലുള്ള ഭീഷണിയാണ് അയാളിൽ നിന്നും നേരിട്ടത് പെൺകുട്ടി. ഇത്തരത്തിൽ ഭീഷണി നേരിട്ട്, ഇത്തരത്തിൽ പീഡനം നേരിട്ട് ആ പെൺകുട്ടി എങ്ങനെ 5 വർഷം ഇയാൾക്കൊപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. എന്താണെങ്കിലും ഇത്രയും വൈകിയാണെങ്കിലും പോലീസിന് മുന്നിൽ അവൾ എല്ലാം തുറന്നു പറഞ്ഞത് ഒരു ക്രൂരതയുടെ മുഖം, ഒരു നിഗൂഢമായിട്ടുള്ള മനസാക്ഷിയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വെളിച്ചം വീശലായി മാറി. ഇനിയും ഉണ്ടാകരുത് ഇതുപോലുള്ള പീഡനങ്ങൾ. ഇന്ന് നമ്മൾ ഞെട്ടിച്ച മറ്റൊരു ദൃശ്യം കണ്ടത് അത് തൃശ്ശൂരിൽ നിന്നാണ്. ഒരാൾ കാറിന്റെ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് കിലോമീറ്ററുകളോളം ഒരു കാറിൽ സഞ്ചരിക്കുകയല്ല, തൂക്കിയിട്ടോണ്ട് പോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ്. എത്രമാത്രം ഭയത്തോടു കൂടിയായിരിക്കും അയാൾ ആ കാറിന് മുകളിൽ തൂങ്ങിപ്പിടിച്ചിരുന്നത്. ആ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നതിനിടയിലും സാഹസികമായ ദൃശ്യങ്ങൾ പകർത്താൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ദൃശ്യത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ പ്രതിയെ കൈയോടെ പിടികൂടാനുള്ള സാഹചര്യം ഒരുക്കിയത്. സോളമൻ എന്നാണ് അയാളുടെ പേര്. ആ തൂങ്ങിക്കിടക്കുന്ന കാറ് അയാളുടേതാണ്. സോളമന് കാറ് വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ്സാണ്. അത്തരത്തിൽ സോളമൻ തൃശ്ശൂരിലെ തിരൂരിലുള്ള ബക്കറിന് 2 ആഡംബര കാറുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഈ വാടകയ്ക്ക് കൊടുത്ത കാറ് അക്കാര്യത്തിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ നാടകീയ ഞെട്ടിക്കുന്ന സംഭവങ്ങളിലേക്ക് എത്തിയത്. സോളമൻ പറയും എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന്. ഒക്ടോബർ മാസം 30 കല്യാണാവശ്യം എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയ വണ്ടിയാ. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്ന് സംസാരിക്കാൻ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്ററിൽ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി പെട്ടെന്ന് ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ അന്വേഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. ഈ പോലീസുകാരെ ഇടപെട്ടുണ്ട് അതല്ലേ? പോലീസുകാർ ഇപ്പൊ കേസെടുക്കാന്ന് പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട്. ഈ കൊണ്ടുപോയ രീതിയിൽ, കാരണം റോട്ടിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, അതിലൂടെ എടുക്കാന്ന് പറഞ്ഞു. എനിക്ക് എന്റെ വണ്ടി തിരിച്ചിടണം, എനിക്ക് എന്റെ നഷ്ടമായ കിട്ടണം. നിങ്ങളുടെ നാട്ടില് പരാതി കൊടുത്തിട്ടുണ്ടോ? നാട്ടിൽ പരാതി. എവിടെയാ സ്ഥലം? ബിനാനൂരം സ്റ്റേഷൻ പരിധി. ഏതാ? ബിനാനുപുരം, ആലുവ. അവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി മിസ്സിംഗ് ആണ്. ആലുവ സ്വദേശിയാണ് സോളമൻ. സോളമൻ 2 ആഡംബര കാറുകളാണ് വാടകയ്ക്ക് നൽകിയത് ഈ ബക്കറിന്. ബക്കർ തൃശ്ശൂരിലെ തിരൂർ സ്വദേശി. ഈ ആഡംബര കാറുകൾക്ക് പകരം ബക്കറിന്റെ ചില സ്ഥലം അത് പകരം നൽകാമെന്ന് ഇരുവരും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ആ ധാരണ തെറ്റിയപ്പോൾ വാഹനം തേടി സോളമൻ ഇയാളുടെ അടുക്കലെത്തുന്നു. ഇതേ തുടർന്ന് സംഘർഷം, വാക്കുതർക്കം, ഏറ്റവും ഒടുവിൽ കാർ എടുത്ത ഒറ്റ പാച്ചിലാണ്. അപ്പോഴാണ് സോളമൻ അതിൽ തൂങ്ങിക്കിടക്കുന്നത്. ഈ നാടകീയ സംഭവങ്ങൾ നടന്നത് എരുമപ്പെട്ടി എന്ന സ്ഥലത്താണ്. ഏറ്റവും ഒടുവിൽ അത് അവസാനിക്കുന്നത്. നാട്ടുകാർ പലവട്ടം ഈ കാർ തടഞ്ഞ് സോളമനെ രക്ഷിക്കാൻ ശ്രമിച്ചു. സോളമൻ പലതവണ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് ഭയമുണ്ട്. കാരണം ഏത് സമയത്തും ആ കൈ ഒരു പിടിവിട്ടിരുന്നെങ്കിൽ അയാൾ മരിക്കുമായിരുന്നു. ഉറപ്പ്, നിസ്സംശയം. ഏറ്റവും ഒടുവിൽ എരുമപ്പെട്ടിയിൽ വെച്ച നാട്ടുകാർ ഇയാളെ തടഞ്ഞു, കാറ് പിടിച്ചു നിർത്തി. അവിടെ വെച്ച് തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ബക്കറിന്റെ ഈ ക്രൂരത അത് കേരളത്തെ ഇന്ന് വല്ലാത്ത തരത്തിൽ ഞെട്ടിച്ചു. സോളമന്റെ ധീരതയ്ക്ക് അഭിവാദ്യം. ഒപ്പം സോളമൻ എടുത്ത ആ ദൃശ്യങ്ങൾ അത് ഈ കേസിൽ വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും.
പോകുന്നത് ബൾഗേറിയയിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലൂവ്ർ മ്യൂസിയത്തിലെ ആ പുരാവസ്തു ശേഖരങ്ങൾ, അമൂല്യ വസ്തുക്കൾ നഷ്ടമായത് ഇപ്പോഴും തിരികെ കിട്ടാത്തത് പരിശോധിച്ചിരുന്നു. ഈ പുരാവസ്തു ശേഖരണം, അതിന്റെ കടത്ത് ഒക്കെ വല്ലാതെ ഒരു ബിസിനസ് ആക്കി മാറ്റിയ ഒരു വലിയ സംഘത്തെയാണ്, വലിയ ക്രിമിനൽ സംഘത്തെയാണ് ബൾഗേറിയൻ ഭീകരവിരുദ്ധ സംഘം പിടികൂടിയത്. വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്ന, അത് യൂറോപ്പിൽ ഉടനീളം പ്രവർത്തിച്ചിരുന്ന ആ സംഘത്തെ വളരെ രഹസ്യാത്മകമായി, അതേസമയം ആയുധധാരികളായിട്ടുള്ള കമാൻഡോകളെ നിയോഗിച്ചുകൊണ്ടായിരുന്നു കീഴ്പ്പെടുത്തൽ. എന്താണെങ്കിലും വലിയ ഒരു റെയ്ഡ്, വലിയൊരു സംഘത്തെ, 35 അംഗ സംഘത്തെ പിടികൂടി ബൾഗേറിയയിൽ. നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ പുരാവസ്തു തട്ടിപ്പുകളൊക്കെ. ഇങ്ങനെ പുരാവസ്തു തട്ടിപ്പിന്റെ ഒരു മാർക്കറ്റ് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാണ് ഈ ബൾഗേറിയൻ സംഘം ഇതിലേക്ക് എത്തുന്നത്. കോടികളാണ് ഇവർ പുരാവസ്തു കടത്തിലൂടെ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ വിവരങ്ങൾ ബൾഗേറിയൻ അന്വേഷണ സംഘത്തിന് കിട്ടിക്കൊണ്ടേയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവർ തീരുമാനിക്കുകയാണ്, ഏതാണ്ട് 4-5 വർഷമായി അവർ ഇതിന് പിന്നാലെ കൂടിയിട്ട് 35 പേരാണ് ഈ ഓപ്പറേഷനിൽ പിടിയിലായത്. 35 പേരെ പിടികൂടിയത് അത് ബൾഗേറിയയിൽ നിന്ന് മാത്രം. ബൾഗേറിയയിൽ മാത്രമായിരുന്നില്ല ഇതേ സമയത്ത് റെയ്ഡ്. യൂറോപ്പിൽ പലയിടങ്ങളിലായി ഈ സമയത്ത് തന്നെ റെയ്ഡ് കണ്ടക്ട് ചെയ്തു ബൾഗേറിയൻ സംഘം. അതിന് യൂറോപ്പോളിന്റെയും യൂറോജസ്റ്റിന്റെയും ഈ ഏജൻസികളിലൊക്കെ സഹായം തേടിയിരുന്നു. പല രാജ്യങ്ങളിൽ ഒരേ സമയം പരിശോധന. ഈ കണ്ണികളെ പൂർണ്ണമായും വേർപെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെടുത്തു ഈ റെയ്ഡിനിടയിൽ. കാറുകൾ, സേഫുകൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ. പടിഞ്ഞാറൻ യൂറോപ്പ്, ബാൽക്കൻ രാജ്യങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലായി 16 വർഷത്തിലേറെയായി ഈ ക്രിമിനൽ ശൃംഖല പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഡെപ്യൂട്ടി സിറ്റി പ്രോസിക്യൂട്ടറുടെ വാക്കുകൾ. എന്താണെങ്കിലും 131 ഇടങ്ങളിൽ ഇവർ തെരച്ചിൽ നടത്തി. ആയിരക്കണക്കിന് വിലപിടിപ്പുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി. ഇതിൽ 50-ലേറെ പുരാതനമായിട്ടുള്ള തോക്കുകളും കണ്ടെത്താൻ കഴിഞ്ഞു ഈ ബൾഗേറിയൻ പരിശോധനയിൽ. ഈ സംഘത്തിന് പുരാവസ്തു കടത്ത് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കലുമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അത് നിസ്സാര തുകയൊന്നുമല്ല. $1 ബില്യൺ കണ്ടെത്താൻ ഈ റെയ്ഡിനിടയിൽ കഴിഞ്ഞു എന്നാണ് അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിച്ചത്. 2020 ഒരു സംഭവം നടന്നു. ആ സംഭവമാണ് ഇതിന്റെയൊക്കെ തുടക്കം. 5 വർഷത്തെ കാത്തിരിപ്പാണ് ഈ റെയ്ഡ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2020 ബൾഗേറിയയിലെ ഒരു വീട്ടിൽ ഒരു പരിശോധന നടത്തി. ആ റെയ്ഡിലാണ് ഈ പുരാവസ്തുക്കളുടെ ഒരു കടത്ത്, അല്ലെങ്കിൽ പുരാവസ്തു ശേഖരം നടത്തി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘം ബൾഗേറിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് കിട്ടിയത്. 7000 പുരാവസ്തുക്കളാണ് അന്ന് 2020 പിടികൂടിയത്. അന്ന് ഇത് അവസാനിച്ചു എന്ന് കരുതി. പക്ഷേ ഒന്നും അവസാനിച്ചിരുന്നില്ല, അത് തുടരുക തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള കഴുകൻ കണ്ണുകൾ അവർക്ക് മേലുണ്ടായിരുന്നു. അതോടെ ഇന്നത്തെ റെയ്ഡോടുകൂടി അതിന് വിരാമമായി എന്ന പ്രതീക്ഷ വയ്ക്കുന്നു ബൾഗേറിയൻ പോലീസ്. ബീഹാറിൽ കണ്ട ഒരു കാഴ്ചയാണ്. എത്രമാത്രം ദേശവിരുദ്ധ ശക്തികളാണ് പല രീതിയിൽ നമ്മുടെ രാജ്യത്ത് വളരുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ബീഹാറിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കണ്ട കാഴ്ചകൾ അത് ഭയപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നത്. ബീഹാറിലെ ലക്കിസാറായി എന്നുള്ള സ്ഥലത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എത്ര തോക്കുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത് ബീഹാർ പോലീസ്. ഒരു
പശു വളർത്തൽ കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു ഇത്തരത്തിൽ തോക്ക് നിർമ്മാണം എന്നുള്ളതാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത തോക്കുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആനന്ദ്പൂരിൽ ഇത്തരത്തിൽ ഒരു അനധികൃത തോക്ക് ഫാക്ടറി പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 6 പേരാണ് ഇതിൽ റെയ്ഡിനിടയിൽ അറസ്റ്റിലായത്. പിസ്റ്റളുകളുടെയും തിരകളുടെയും ഒരു വലിയ ശേഖരം തന്നെ ഈ പോലീസ് സംഘം പിടികൂടുകയും ചെയ്തു. നാടൻ തോക്ക് നിർമ്മാണശാലയാണ് പ്രവർത്തിച്ചതെന്ന് ലിഖസാര SP अजय कुमार व्यक्तमाकुന്നുണ്ട്. SP പറയും. ये कुल मिला के एक पूरे मिनी गन फैक्ट्री जो कहते हैं ना, पूरे फुल फ्लेज में ये काम कर रही थी. अब आप देखें कि बहुत जो बनाने का तरीका है ये काफी उम्दा किस्म के बना रहे हैं. तो ये काफी एक्सपर्ट रहा है. कुल 6 अपराधी जो है गिरफ्तार किए गए हैं और भारी मात्रा में आपका पिस्टल और ये सब आदमी बरामद किया गया. इसमें से एक देसी कट्टा भी बरामद किया गया है और कुछ गोलियां जो है कि 2 जिंदा गोली भी बरामद किया हमारा. ആനന്ദ്പൂർ സ്വദേശിയായിട്ടുള്ള പ്രേംകുമാർ എന്നയാളുടെ വീട്ടിലായിരുന്നു ഇത്തരത്തിലുള്ള അനധികൃത തോക്ക് നിർമ്മാണം. ഈ തോക്ക് നിർമ്മാണം എന്തിനായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഗ്രാമവാസികൾക്കിടയിൽ തന്നെയാണ് ഈ തോക്കുകൾ വിറ്റിരുന്നത്. അതായത് ലൈസൻസ് ഒന്നും വേണ്ടാത്ത തോക്ക് അനായാസം സ്വന്തമാക്കാം ഇവർക്ക് ഇവിടെ നിന്ന്. പശു വളർത്തൽ കേന്ദ്രത്തിന്റെ മറവിലാകുമ്പോൾ ആരും കണ്ടുപിടിക്കില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലൊരു നിർമ്മാണത്തിലേക്ക് നയിച്ചത്. എന്താണെങ്കിലും ഈ പ്രേംകുമാറിന്റെ വീട്ടിൽ നടന്ന ഈ ഫാക്ടറിയിൽ കുറച്ചേറെ സഹായികളുണ്ടായിരുന്നു. പപ്പു യാദവ്, ബിട്ടുകുമാർ, മുഹമ്മദ് ചന്ദ, മുഹമ്മദ് ഗുൽസാർ, മുഹമ്മദ് ഷാനവാസ്, ഇങ്ങനെ 6 പേരെയാണ് ബീഹാർ പോലീസ് പിടികൂടിയത്. എന്താണെങ്കിലും ഇതുപോലുള്ള തോക്ക് നിർമ്മാണ കേന്ദ്രങ്ങൾ, അനധികൃത ആയുധ ശേഖരങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടെന്നുള്ള സൂചന പോലീസിനുണ്ട്. റെയ്ഡ് കൂടുതൽ ശക്തമാക്കാനാണ് ബീഹാർ പോലീസിന്റെ തീരുമാനം. ഈ കാഴ്ചകളോടുകൂടി 20th അവറിന്റെ സമയം പൂർണ്ണമാവുകയാണ്. നിഗൂഢതകളുടെ കാഴ്ചകളുമായി നാളെ വീണ്ടും കാണാം 20 മണിക്കൂർ.